ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ നമ്മുടെ കല്യാണ പരിപാടികളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നാണ് നമ്മുടെ കല്യാണ ദിവസം കേട്ടോ. അപ്പം രാവിലെ ഇതാ എല്ലാവരും എണീറ്റു, ചായയൊക്കെ കുടിച്ച് പെട്ടെന്ന് ടപ്പേ ടപ്പേ പറഞ്ഞ് റെഡി ആവാൻ പോവാണ്. അപ്പം റെഡി ആവുന്നൊന്നും ഞാനൊന്ന് ഷൂട്ടാക്കുന്നില്ല കേട്ടോ, കാരണം ഓൾറെഡി ഞാൻ ഇന്നലെ ഷൂട്ടാക്കി, അതുകൊണ്ട് ഇന്ന് ഷൂട്ടാക്കുന്നില്ല. അപ്പോൾ ഇതാ എല്ലാവരും എണീക്കുകയാണ്. ഇനി ഗാഷിയും ഇനിയൊക്കെ എണീക്കാനേ ഉള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു വ്ലോഗിലേക്കൊക്കെ കടന്നാലോ. അങ്ങനെ ഇതാ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്തു, അടിപൊളിയായിട്ട് ഇതാ ഗാഷിയും ഗീനയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ ബ്രൈഡിന്റെ വീട്ടിൽ പോയി ബ്രൈഡിനെ വിളിച്ച് ഇവിടേക്ക് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഇതാ അവരൊക്കെ റെഡി ആയിട്ട് അവരുടെ ഫാഷൻ ഷോ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കറങ്ങുമ്പോൾ തന്നെ ഞാൻ ചോദിക്കുന്നുണ്ട്, തല കറങ്ങി വെയ്യും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കസിൻസൊക്കെ വന്നിട്ടുണ്ട്. ഇനി എല്ലാവരും കൂടി ഒരുമിച്ച് ബ്രൈഡിനെ വിളിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ ഓൾമോസ്റ്റ് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാറ്റി കഴിയുന്നതിന് മുമ്പുള്ള വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം മാറ്റി കഴിഞ്ഞപ്പോൾ കാശിക്ക് ക്ലിപ്സും കാര്യങ്ങളും മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറന്നതൊക്കെ ഒന്നും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആളൊന്ന് സുന്ദരിയാക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെയൊക്കെ കല്യാണ ദിവസത്തെ ഡ്രസ്സ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇറങ്ങാണ്. ബ്രൈഡിനെ കൂട്ടിക്കൊണ്ടുവരാൻ ഏകദേശം എനിക്ക് തോന്നുന്നു 9 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നേരത്തെ തന്നെയാണ് നമ്മൾ വിളിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത്രയും പേരാണ് വിളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ കാശിയും ഗീനൊക്കെ അത് മുമ്പിൽ ഓടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് പോകാവുന്ന ദൂരേ ഉള്ളൂ. അപ്പം ആദ്യം നമുക്ക് ബ്രൈഡിനെ വിളിച്ചു കൊണ്ടുവരാം. അങ്ങനെ ഇതാ നമ്മൾ ബ്രൈഡിന്റെ വീട്ടില് ബ്രൈഡിന്റെ റൂമിൽ എത്തിയിട്ടുണ്ട്. ആള് മാറ്റി റെഡിയായി സുന്ദരി കുട്ടിയായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് അവർ തന്നിട്ടുള്ള സൽക്കാര വിഭവങ്ങളാണ് കേട്ടോ അത്. നമ്മൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നേരത്തെ ആയതുകൊണ്ട് തന്നെ അവർ ഇങ്ങനെയാണ് നമ്മളെ സൽക്കരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം നമ്മളിതാ ഇനി വീട്ടിൽ കയറുന്ന പരിപാടിയാണ് ഈ പോകുന്നത്. അങ്ങനെ ഇതാ സലാം എല്ലാം പറഞ്ഞ് ഉപ്പയും ഉമ്മയും ബ്രൈഡിനെ വീട്ടിലേക്ക് കൈപിടിച്ച് കയറ്റിയിട്ടുണ്ട്. ഇനി എല്ലാവരും ഒന്ന് പരിചയപ്പെടാം, കുറച്ച് വെള്ളമൊക്കെ കുടിക്കാതിരിക്കാം. ഇതൊക്കെ എല്ലാ വീട്ടിലും എല്ലാ നാട്ടിലും ഉണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ്. അപ്പം നിങ്ങളെ വീട്ടിലും നാട്ടിലും ഒക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിനുശേഷം ഇതാ അവർ റൂമിൽ അവരുടേതായ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അവർ കുറഞ്ഞ ടൈമിൽ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇതാ നമ്മൾ ഇനി നമ്മുടെ ഹോളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ്. ഈ ഒരു സ്റ്റേജ് വിട്ടിട്ടുള്ള ഒരു കളി കുട്ടികൾക്കില്ല എന്ന് തോന്നുന്നുണ്ട്. അവർക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ കല്യാണ ഹാളിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രൈഡിന്റെ വീട്ടിലുള്ളവരും വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ജ്യൂസൊക്കെ നൽകി അവരെ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെന്താ അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫാമിലി ഫോട്ടോ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഫ്രണ്ട്സുകളെല്ലാവരും കൂടി മാസ് എൻട്രി ആയിട്ട് നടന്നു വരുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് ഗാഷിത നടന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ അർഫാസിൻ്റെ ഫ്രണ്ട്സുകളാട്ടോ. അവരെ ഈ എൻട്രി കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് അവരെ റാങ്കിങ്ങും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതാ അവരെല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ബ്രൈഡിൻ്റെ ഫാമിലിയൊക്കെ പോയതിന് ശേഷം നമ്മളിതാ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പിന്നെ എൻ്റെ ഉപ്പൻ്റെ ഫ്രണ്ട്സുകളാട്ടോ, കാര്യപ്പെട്ട ഫ്രണ്ട്സുകളാണ്. അപ്പോൾ അവരെ ഫോട്ടോ അങ്ങനെ എടുക്കുന്നുണ്ട്. അതിനുശേഷം എൻ്റെ ഫ്രണ്ട്സുകൾ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോയിലൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ട്സുകളാട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയിൽ കിട്ടിയത് ഇൻക്ലൂഡ് ചെയ്തിട്ട്. ഇനി നമുക്ക് മക്കൾ ഡാൻസ് ഒന്ന് കണ്ടാലോ.
അങ്ങനെ മക്കളെ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കല്യാണത്തിന്റെ തിരക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കൂടുതൽ വിശേഷങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി നമ്മുടെ കല്യാണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഫാമിലി ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ് ട്ടോ. ഫുൾ ഫാമിലി. ഉമ്മന്റെ ഫാമിലിയാണ് ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ദാ ഉപ്പന്റെ ഫാമിലി എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കുറേ കാലായിട്ട് നമ്മള് കാത്തിരുന്ന, അധ്വാനിച്ച, ആഗ്രഹിച്ച നമ്മുടെ കല്യാണ ദിവസത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കല്യാണത്തിന് സമയം കഴിഞ്ഞ് നമ്മളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയിട്ടും നമ്മുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ടില്ല. അതിന്റെ പ്രത്യേക ആഗ്രഹമായിരുന്നു സിബ്ലിങ്സ് മാത്രം ഒരു ഫോട്ടോ എടുക്കണമെന്ന്. അപ്പോൾ ഇതാ ആ ഫോട്ടോയും ഞാൻ എടുപ്പിച്ചു. അങ്ങനെ ഇതാ നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. ബ്രൈഡ് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രൈഡ് ഒരുപാട് ക്ഷീണിച്ച് മുണ്ടൊക്കെ മടക്കി കുത്തി വരുന്നോണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്ക്. വലത് കാല് വെച്ച് കയറ്റാൻ ഒരുപാട് അമ്മായിമ്മമാരും പെങ്ങന്മാരും ആങ്ങളമാരും ഒക്കെയുണ്ട്. അപ്പോൾ ഇനി ഇവിടെ വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഷോർട്ട് വീഡിയോയിലൂടെ നമുക്കിനി കാണാം. അപ്പം ഫസ്റ്റ് റാഗിങ്ങിലൂടെ തന്നെ അവളെ വീട്ടിലേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം.